ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എല്ലാം ഡിജിറ്റൽ ആകുന്നു. നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ. ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. കനത്ത ചൂടിൽ ആശ്വാസമാകുമെന്ന് കരുതിയ വേനൽ മഴ ദുർബലമായി ചാറ്റൽ മഴയായി പെയ്തിറങ്ങുമ്പോൾ ഇടുക്കിയിലെ കർഷകരുടെ നെഞ്ചിൽ തീയാണ്. രാത്രികാലങ്ങളിൽ ലഭിക്കുന്ന ചാറ്റൽ മഴ കൃഷിയെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് കർഷകർ പറയുന്നത്. മേൽമണ്ണ് മാത്രം രാത്രിയിൽ നനയുകയും പകലത്തെ കൊടുംചൂടിൽ ഭൂമിയിലെ ബാഷ്പീകരണം കൃഷിവിളകളെ കടക്കിൽ തന്നെ കരഞ്ഞുണങ്ങാൻ കാരണമാകുന്നു. വർഷങ്ങളായി കാലാവസ്ഥ ഇടുക്കിയിലെ കർഷകരെ ചതിക്കുന്ന കാഴ്ചയാണ് ഇത്തവണയും ആവർത്തിക്കുന്നത്. ഈ മാസം ആദ്യം മുതൽ ജില്ലയിൽ കത്തുന്ന ചൂടാണ് അനുഭവപ്പെടുന്നത്. വേനൽ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നത്. ഇതിന്റെ ആശ്വാസത്തിലായിരുന്നു കർഷകരുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴത് തിരിച്ചടിയായിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിൽ നിന്നും കരകയറാനാവാതെ കർഷകർ ദുരിതത്തിലാണ്. വേനൽ കനത്ത സാഹചര്യത്തിൽ വേനൽ മഴ പ്രതീക്ഷിച്ച കർഷകർക്ക് ലഭിക്കുന്നത് രാത്രികാലങ്ങളിൽ ലഭിക്കുന്ന ചാറ്റൽ മഴ മാത്രമാണ്. സൂര്യൻ കിഴക്ക് ഉദിക്കുമ്പോൾ ചാറ്റൽ മഴ അവസാനിക്കും. രാത്രിയിൽ ചാറ്റൽ മഴയിൽ കുളിരേറ്റ് നിന്ന ചെടികൾക്ക് 10 മണിക്ക് ശേഷം ഉണ്ടാകുന്ന ചൂടിൽ പിടിച്ചു നിൽക്കുവാനാകുന്നില്ല. ചൂട് കൂടുന്നതോടെ നനഞ്ഞ മണ്ണിൽ നിന്നും ഉയരുന്നത് ചൂടുള്ള ആവിയാണ്. സൂര്യനിൽ നിന്നുള്ള ചൂടും കൂടിയാകുമ്പോൾ ഏലം കരിഞ്ഞുണങ്ങും. കാപ്പിക്കുരു പറിച്ച് പൂക്കാൻ വെമ്പൽ കൊണ്ടു നിൽക്കുന്ന കാപ്പിച്ചെടികൾക്ക് ഉത്തേജനമാണ് രാത്രിയിലെ ചാറ്റൽ മഴ. രാത്രികാലങ്ങളിൽ ചാറ്റൽ മഴയിൽ കാപ്പിച്ചെടികൾ വ്യാപകമായി പൂക്കും. പക്ഷെ ശക്തമായ മഴ ലഭിക്കാതെ ഈ പൂക്കളെല്ലാം കരിഞ്ഞു പോകും. വീണ്ടും ചെടികൾ പൂത്ത് കായ് പിടിക്കണം. അപ്പോൾ വിളവും കുറയും. കാർഷിക മേഖലയിൽ അതിശക്തമായ ചൂട് അനുഭവപ്പെട്ടുകൊണ്ട് ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഈ ചെറിയ ചാറ്റൽ മഴ കൃഷിക്ക് വളരെ ദോഷകരമായിട്ടാണ് സംഭവിക്കുന്നത്. അതിശക്തമായ മഴ പെയ്തില്ലെങ്കിൽ കാർഷിക മേഖല അപ്പാടെ നശിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. കുരുമുളകിനും അതുപോലെ തന്നെ ഏലമാണ് ഏറ്റവും കൂടുതൽ നാശത്തിലോട്ട് വരുന്നത്. അതിശക്തമായ മഴ ലഭിക്കുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. ഇതേപോലെ ചാറ്റമഴയാണെന്നുണ്ടെങ്കിൽ ഭൂമിയിൽ ചൂട് കൂടുകയും അത് കാലാവസ്ഥ വളരെ പ്രതികൂലമായിട്ട് വന്ന് കാർഷിക മേഖല മൊത്തത്തിൽ നശിച്ചു പോകുന്ന ഒരു ഇതാണ് ഉണ്ടാകുന്നത്. ഏലം കാപ്പി ചെടികൾക്ക് മാത്രമല്ല ഭൂരിഭാഗം കാർഷിക വിളകൾക്കും നിലവിലെ കാലാവസ്ഥ തിരിച്ചടിയാണ്. കുരുമുളക് വിളവെടുപ്പ് സീസണാണ്. വിളവെടുക്കും മുന്നേ ചെടികൾ വാടാനും ആരംഭിച്ചു. ഈ കാലാവസ്ഥ കർഷകർക്ക് വലിയ പ്രഹരമാണ് ഏൽപ്പിക്കുവാൻ പോകുന്നത്. ഏതാണ്ട് 2018 പ്രളയത്തിന് ശേഷമാണ് ഇടുക്കിയിലെ കർഷകർക്ക് തിരിച്ചടിയായി കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ഇത്തവണയും അനുസ്യൂതം തുടരുകയാണ്. ഗവൺമെന്റും കൃഷി വകുപ്പും അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് കർഷകരുടെ അപേക്ഷ. അനീഷ് പി എ, ഇടുക്കി വിഷൻ ന്യൂസ്. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാം ഡിജിറ്റൽ ആകുന്നു. നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ. ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.